സഹസ്രാബ്ദ വാഴ്ചകാലത്ത് ഭൂമി രൂപാന്തരപ്പെടും. ഈ മാറ്റങ്ങളെല്ലാം തന്നെ വലിയ ആത്മീയ പ്രതീകാത്മകതയുള്ളവയാണ്. ആത്മീയതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ ദൈവം പലപ്പോഴും ഭൗതികതയെ ഉപയോഗിക്കുന്നു. ഭൂമിയുടെ ഭൗതിക പരിസ്ഥിതിയുടെ പരിവർത്തനം മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും ആത്മീയ പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കും. ഭൂമിയിലെ വരണ്ട മരുഭൂമികളിലേക്ക് ജലം എത്തിക്കുന്നത് മനുഷ്യർ ദൈവത്തിൻ്റെ ശക്തിയായ ജീവജലത്തിൻ്റെ നദികൾ സ്വീകരിക്കുമ്പോൾ അനുഭവിക്കുന്ന പുതുക്കലിനെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിജ്ഞാനവും ആത്മാവും ഇല്ലാതെ വരണ്ടുണങ്ങിയ മരുഭൂമി പോലെ ആയിരുന്ന മനസ്സുകളും ജീവിതങ്ങളും പുതുക്കപ്പെടുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും. മരുഭൂമി റോസാപ്പൂ പൂക്കുന്നത് പോലെ ദൈവാത്മാവിൻ്റെ ഫലത്താൽ ആളുകളുടെ ജീവിതം പൂക്കും. ഒരു വന്യമൃഗത്തെ വളർത്തി മെരുക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക. ദൈവം പ്രവർത്തിക്കുന്ന മറ്റൊരു അത്ഭുതത്തിൻ്റെ ശക്തമായ ഒരു ഉദാഹരണം ആ ചിത്രം നമുക്ക് നൽകുന്നു. മനുഷ്യപ്രകൃതിയെ തന്നെ മെരുക്കി രൂപാന്തരപ്പെടുത്തുക. ബൈബിൾ പലപ്പോഴും ശക്തരും യുദ്ധപ്രിയരുമായ രാഷ്ട്രങ്ങളെ മൃഗങ്ങളോട് ഉപമിക്കാറുണ്ട്. എന്നാൽ മുമ്പ് ആക്രമസക്തരും മൃഗതുല്യമായ രാഷ്ട്രങ്ങൾ സൗഹൃദത്തിലാകും. ചെറുതും ദുർബലവുമായ ജനങ്ങളെ ഒരിക്കൽ ആക്രമിച്ചിരുന്ന രാഷ്ട്രങ്ങൾ സമാധാനപരമായി ഒരുമിച്ച് വസിക്കും. സിംഹങ്ങൾ കുട്ടികളോടും കുഞ്ഞാടുകളോടും ഒപ്പം സമാധാനപരമായി വസിക്കുന്നത് പോലെ സങ്കല്പിക്കുക. പർവ്വതങ്ങളെ താഴ്ത്തുന്നതും പരുക്കൻ സ്ഥലങ്ങളെ നിരപ്പാക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ ഉന്നതരെയും ശക്തരെയും പർവ്വതങ്ങളെപ്പോലെ താഴ്ത്തപ്പെടുമെന്ന് തന്നെയാണ്. അതേസമയം എളിയവരും എളിമയുള്ളവരും ഉയർത്തപ്പെടുമെന്നും മനസ്സിലാക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള എല്ലാ തടസ്സങ്ങളും ഈ മാറ്റങ്ങൾ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ജീവിത രീതി വെളിപ്പെടുത്തപ്പെടും. പർവ്വതങ്ങൾ ആളുകളുടെ ചലനത്തെയും ജീവൻ നൽകുന്ന മഴയെയും തടയുന്നത് പോലെ സാത്താൻ്റെ വഞ്ചനകൾ സത്യദൈവത്തെയും അവിടുത്തെ ജീവിത രീതിയെയും അറിയുന്നതിൽ നിന്ന് മനുഷ്യരെ തടയുന്നു. ക്രിസ്തു പരമോന്നതനായി വാഴുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തെ അറിയുന്നതിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങും. സഹസ്രാബ്ദത്തിലെ മനോഹരമായ കാലാവസ്ഥ ജീവിതത്തിൻ്റെ സമാധാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ലോകം നിരന്തരം കൊടുങ്കാറ്റുകളും പ്രകൃതി ദുരന്തങ്ങളും അനുഭവിക്കുന്നത് പോലെ നിരവധി ആളുകൾ മാനസികവും ശാരീരികവും കലഹങ്ങളും അനുഭവിക്കുന്നു. എന്നാൽ സഹസ്രാബ്ദത്തിൽ ജീവിതം സമാധാനപരവും ലളിതവുമായിരിക്കും. കാരണം പലപ്പോഴും പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ജീവിതത്തിലെ പല സങ്കീർണതകളും ബുദ്ധിമുട്ടുകളും ദൈവത്തെ പിന്തുടരുന്നതിലൂടെ ഉണ്ടാകുന്ന ശാന്തതയാൽ മാറ്റി സ്ഥാപിക്കപ്പെടും. പാപം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സങ്കീർണമാക്കുമെന്ന് മനുഷ്യർ മനസ്സിലാക്കും. എന്നാൽ അനുസരണം അതിനെ ലളിതമാക്കുന്നു. അനുസരണത്തിന് അനുഗ്രഹമായി തുടർച്ചയായി മഴ പെയ്യുന്നത് പോലെ തന്നെ അനുസരിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരും. ഇവ വെറും ചില വഴികളാണ്. ദൈവം ഈ ഭൂമിയെയും മനുഷ്യരുടെ ജീവിതത്തെയും മാറ്റുന്ന വിധം മനുഷ്യർ ദൈവത്തോട് പ്രതികരിച്ച് അനുസരണയിൽ വളരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മാറ്റം പ്രാപിക്കും. അതിനനുസരിച്ച് ദൈവം അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും കൂടുതൽ വർദ്ധിക്കും. എന്നാൽ ഈ കാലാവധി അവസാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക?